നമസ്കാരം. അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളതൊരു വീക്കെൻഡ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ വീക്കെൻഡിലാണ് നോർമലി ഞാൻ ഒരുപാട് കുക്ക് ചെയ്യുന്നത്. അല്ലാത്ത ദിവസമൊക്കെ പെട്ടെന്ന് തീർക്കുന്ന പരിപാടികളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്ന് തോരൻ വെക്കാൻ വേണ്ടി ക്യാബേജ് എടുത്തിട്ടുള്ളത്. ക്യാബേജ് ഒന്ന് മുറിച്ചിട്ട് അതൊന്ന് മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഒരു 1 hour ഞാൻ ഇട്ട് വെക്കാറുണ്ട്. അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ തോരൻ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജ് എടുത്തു. പിന്നെ ഇന്നത്തെ ഹൈലൈറ്റ് ചക്ക ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ ഒരു 3-4 months ആയി. നാട്ടിൽ നിന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഒരു 1 day ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നത്. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ ട്രിപ്പ്, ഇപ്പോൾ തീർന്നു, ലാസ്റ്റാണ്. ചക്കയും ചക്കക്കുരും എല്ലാം നാട്ടിൽ നിന്ന് വൃത്തിയാക്കി കൊണ്ടുവരുമായിരുന്നു ചെയ്തത്. വേറെ മഞ്ഞപ്പൊടി എന്നിട്ടൊന്നും വേവിച്ചൊന്നും വെച്ചില്ല. നമ്മൾ നോർമൽ ചക്ക വൃത്തിയാക്കി ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പോയി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് കൊഞ്ചും മാങ്ങയും. ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കൊഞ്ചും മാങ്ങയും വെക്കുന്നത്. പിന്നെ മീൻ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുറച്ച് തലഭാഗമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല കുടംപുളിയൊക്കെ ഇട്ടൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ഉലുവയും പിന്നെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ചേർത്ത് ഒന്ന് പച്ചമണം പോകുന്നിടം വരെ വഴറ്റി പിന്നെ കുടംപുളി ഡയറക്റ്റ് അല്ല, ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് വെള്ളത്തിൽ വറ്റിച്ച് കുടംപുളിയുടെ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് മീനിൻ്റെ കഷ്ണം. ഇതിൻ്റെയും വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ തലയുടെ ഭാഗമൊക്കെ ഇങ്ങനെ കറി വെച്ചിട്ട് കപ്പയോ ചക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി ചക്കയുടെ അരപ്പ് എടുക്കാനായിട്ട് തേങ്ങ, പിന്നെ ജീരകം വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം. എനിക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് മുന്നേ നിൽക്കുന്നത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അളവ് പറയുന്നില്ല. പിന്നെ ഒരല്പം മുളക് പൊടിയും പിന്നെ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് ഒരു 3-4 എണ്ണം ഹോളായിട്ടുള്ളത് ചേർത്തിട്ട് അവിയലിനൊക്കെ അരയ്ക്കുന്ന പരുവത്തിനൊന്ന് അരച്ചെടുത്തിട്ട് ചക്കയിൽ ചേർത്ത് അത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ കറിവേപ്പിലയും ചേർക്കും. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി കേട്ടോ. അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത്, അപ്പം ഞാനും അതുപോലെ ഉണ്ടാക്കുന്നത്. അമ്മയും അധികം വെളുത്തുള്ളിയും ജീരകമൊന്നും ചേർക്കാറില്ല. അത് എന്തിനാണെങ്കിലും ചേർത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചേർത്തിട്ടുണ്ട്, ചേർത്തോന്ന് അറിയാൻ. അതുകൊണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുഞ്ചുമാങ്ങയ്ക്ക് വേണ്ടി തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇതിനകത്ത് മുളകൊന്നും ചൂടാക്കില്ല. പിന്നെ അത്യാവശ്യം പുളിപ്പുള്ള മാങ്ങ, നല്ല മാങ്ങയായിരിക്കണം, എങ്കിൽ മാത്രമേ ഈ മാങ്ങയിട്ട് മീൻകറി ആണെങ്കിലും കുഞ്ചുമാങ്ങ ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുഞ്ചുമാങ്ങ വെക്കുമ്പോൾ അതിനകത്ത് മുരിങ്ങയ്ക്കയും ചേർക്കാറുണ്ട്. മുരിങ്ങയ്ക്ക ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇത് മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാനായിട്ട്. പണ്ട് ഹോസ്റ്റലിൽ നിന്ന് ലീവിന് വീട്ടിൽ വരുമ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞ് അവിടെ നിന്ന് ലീവ് ഇത് ചെയ്യുമ്പോഴേ വീട്ടിൽ വിളിച്ച് ഫസ്റ്റ് പറയുന്നത് അമ്മ ഇത് വേണമെന്ന്. അത്ര എൻ്റെ ഫേവറേറ്റാണ് കുഞ്ചുമാങ്ങ. ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് അരപ്പ് മിക്സ് ചെയ്യത്തുള്ളൂ. നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന് പിന്നെ പ്രത്യേകിച്ച് പ്രശ്നം, നല്ലപോലെ വേകുന്ന ചക്കയായിരുന്നു. അപ്പോൾ കുഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒട്ടും വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ കൂടുതലും, എനിക്ക് കൊല്ലത്ത് എല്ലായിടത്തും ഇങ്ങനെയാണ് വെക്കുന്നതെന്ന് അറിയില്ല, എൻ്റെ വീട്ടിൽ കൂടുതലും ഈ തേങ്ങ അരച്ചിട്ട് നമ്മൾ സാധാ പുളിയിട്ട് അല്ലെങ്കിൽ മാങ്ങയിട്ടൊക്കെയാണ് മീൻകറി വെക്കുന്നത്. അപ്പം ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ കുടംപുളി ഇട്ട് വെക്കുന്ന മീൻകറികൾ എനിക്കറിയത്തോലുമില്ലായിരുന്നു ഒരു പ്രായം വരെ. ഈ കുടംപുളി ഇട്ട് മീൻകറി വെക്കുന്നത് നമ്മൾ മുളക് അരയ്ക്കുന്നതാണെങ്കിലും എന്തിനാണെങ്കിലും സാധാ പുളിയാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കി. ഇതൊക്കെയാണ് വീക്കെൻഡായിട്ട് ഉള്ള ഫുഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും
വീഡിയോസൊക്കെ കണ്ട് നോക്കുക. പിന്നെ ചക്കയ്ക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പീസ്. നല്ല മീൻകറി, കൊഞ്ചും മാങ്ങി, ചക്ക വേവിക്കുക, ചക്ക കുഴച്ച് ഇട്ടത്, പിന്നെ ക്യാബേജ് തോരൻ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.